ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. ഇതുപോലെ നന്നായി മസാല പുരട്ടിയ ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. 15 മിനിറ്റ് ആകുന്ന സമയത്ത് ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നോൺ സ്റ്റിക് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 4 വലിയ സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇത് വീണ്ടും കഴിക്കണമെന്ന് തോന്നും. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തന്നെയാണിത്. ഇപ്പൊ സവാള ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്. സവാള കളർ മാറി ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 20 ചെറിയുള്ളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി തക്കാളി കുക്കായി കിട്ടുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് മസാല പുരട്ടി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കന്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു പിങ്ക് കളറിൽ നിന്ന് ഒരു വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ആകും. ഇതാ ഇപ്പോൾ ഒരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ച ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നന്നായി ചിക്കൻ കുക്കായി കിട്ടും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി റോസ്റ്റിന്റെ ആ ഒരു പരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഇത് വരട്ടിയെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണ് ഇഷ്ടമെങ്കിൽ കുറച്ചധികം നേരം റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഇത്. ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.